ഭാര്യയും കരയുന്നത് കണ്ടപ്പോൾ ബിലാൽ ചോദിച്ചു അത്രേ, സഹധർമ്മിണി നീ എന്തിനാ കരയുന്നത്? നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് കരയാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, മോളെ ഞാൻ ഇത്രയും കാലം കരഞ്ഞിരുന്നത് ഒന്നും മരിച്ചു കിട്ടാനായിരുന്നു. എനിക്ക് ഇന്നത്തോടുകൂടെ ഞാൻ ആരെ വിചാരിച്ചാണോ ഇതുവരെ കരഞ്ഞിരുന്നത് ആ ആളെ കാണാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടി നീ കരയണ്ടെന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് വഫാത്തായി മഹാനായ സയ്യിദുനാ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. ആശിഖീങ്ങൾക്ക് മരണം സന്തോഷമായിരിക്കുന്നതാണ്. ബൂസരി ഇമാമിൻ്റെ സങ്കടം ഉണ്ടായത് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല എന്നല്ല എന്നാണ്, കാലുമ്മ നീര് വന്നില്ല എന്നാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ബുർദയിലുണ്ടേ, ബുർദവയത്തിലുണ്ട്. ബുർദവയത്താണല്ലോ ബൂസരി ഇമാമിൻ്റെ ആണല്ലോ ബുർദവയത്ത് അല്ലേ? ബൂസരി ഇമാമിൻ്റെ അല്ലേ ബുർദവയത്ത്? നിങ്ങളിങ്ങനെ ഇളകാതിരുന്നാൽ ആ കസാലയിൽ ഉറച്ചു പോകുമല്ലോ. അപ്പോൾ അത് ഒരു യാനബി അലിക്കാണ് എല്ലാവരും. യാനബി സലാം അലൈക്കും യാ റസൂൽ യാ ഹബീബ് സ്വലവാത്തുല്ലാഹി അലൈക്കും. ഒന്ന് ഇളകാനാണ് ചെല്ലാൻ പറഞ്ഞത്, ആരും ഇളകിയിട്ടില്ല. ആ കസലിരുന്ന് ഇളകാനാ. ഒന്നുകൂടി. യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും. സിദ്ദീഖുൽ ബിലാൽ റളിയല്ലാഹു അൻഹു ബുസ്രി ഇമാം ബുർദവയത്ത് ബുസ്രി ഇമാമിൻ്റെ എഴുതിയതാണ്. ലലം തു സുന്നതമൻ. ഞാൻ വരുമ്പോൾ കുട്ടികൾ ഇവിടെ ചെല്ലിയുന്ന ബുർദവയത്ത്. ലലം തു സുന്നതമൻ അഹ്യല്ലമൈല അനിസ്തഖത് ഖദമ ഹുല്ലുറമിൻ വറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ലലംതു സുന്നതമൻ അഹ്യല്ലമ ഇലാ അനിസ്തഖത് ഖദമാഹു ളുർറമിൻ വറമി. നീര് വന്ന് കാല് വീർക്കുന്നത് വരെ രാത്രിയിൽ നിന്ന് നിസ്കരിച്ച നബിതങ്ങളോട് ഞാൻ എതിര് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബൂസുരി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ സങ്കടം തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റിയില്ല എന്നല്ല, കാലുമ്മ നീര് വന്നില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിട്ട് കാലുമ്മ നീര് വന്നു, അത് വരുന്നില്ലല്ലോ എന്നാണ് ഇമാം ബൂസുരി റളിയല്ലാഹു അൻഹുവിന്റെ സങ്കടം എന്നാണ്. ആശിക്കുകൾ അങ്ങനെ ആയിരിക്കും എന്നാണ്. ഒരിക്കൽ നബി തങ്ങൾക്കൊരു രോഗം ഉണ്ടായി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തോ ഒരു അസുഖം, പനിയെന്ന് പറയാം, നമുക്ക് ഉദാഹരണമായിട്ട് പറയാം, പനി. നബി തങ്ങൾക്ക് പനിച്ചു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബി തങ്ങളെ കാണാൻ വന്നപ്പോൾ പനിയാണ് എന്ന് മനസ്സിലായപ്പോൾ സിദ്ദീഖിനും പനിച്ചു. അതാണ് ഇഷ്ക്. നബി തങ്ങൾക്ക് പനിയാണെന്ന് മനസ്സിലായപ്പോൾ മൂപ്പർക്ക് പനിയാണ് തുടങ്ങി. വീട്ടിൽ പോയിട്ട് പനിച്ചാണ് കിടന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പനി മാറി പള്ളിയിൽ വന്നു. സിദ്ദീഖ് എവിടെയെന്ന് ചോദിച്ചു. നബിയെ മൂപ്പരിപ്പോൾ വരലില്ല എന്ന് പറഞ്ഞു. നാം കാണാൻ പോകാറുണ്ട്. 3 ദിവസം തുടർച്ചയായി കണ്ടിരുന്ന ആളെ, സ്ഥിരമായി കാണാറുള്ള ആളെ 3 ദിവസം തുടർച്ചയായി കണ്ടില്ലെങ്കിൽ നബി തങ്ങൾ തെരഞ്ഞു പോകൽ പതിവുണ്ടായിരുന്നു എന്നാണ്. പള്ളിയിലൊക്കെ ജമാഅത്തിനൊക്കെ എപ്പോഴും കൂടുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. സ്ഥിരമായി പള്ളിയിൽ ജമാഅത്തിന് വരുന്ന ഒരാൾ 3 ദിവസമായി കാണുന്നില്ലെങ്കിൽ തെരഞ്ഞു പോയിരുന്നു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. തെരഞ്ഞു പോകണം. ആധുനിക കാലത്ത് ഫോൺ ചെയ്താലും മതി എന്ന് തോന്നുന്നുണ്ട്. എന്നാലും ഫോൺ അവിടേക്ക് എത്തൂല. എന്തായാലും ഫോൺ അവിടേക്ക് എത്തൂല. പോകൽ തന്നെയാണ് നല്ലത്. ഒന്നാണ് പോയിങ്ങാണ്ട് എന്താ വിവരം എന്ന് ചോദിച്ചാൽ എന്താ കുഴപ്പമില്ല. അങ്ങനെയാണ്. 3 ദിവസം തുടർച്ചയായി കണ്ടില്ലെങ്കിൽ നബി തങ്ങൾ തെരഞ്ഞു പോകും സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സിദ്ദീഖുൽ അക്ബറിനെ തെരഞ്ഞുപോയി.
നബി തങ്ങൾ പനി മാറി വന്നു എന്നറിഞ്ഞപ്പോൾ സിദ്ദീഖിൻ്റെ പനിയാണ് മാറിയിട്ട് ഇങ്ങോട്ട് നീച്ചു. അതാണ് ഇഷ്ക് പറഞ്ഞ സാധനം. അത് പൊട്ടും മുറിയൊന്നല്ല, ഒരു പാട്ടും പാടി നീച്ചപ്പോൾ മരിദൽ ഹബീബു ഫഉത്തുഹു ഫമരിദതു മിൻ നസഫി അലൈഹി ഫശഫൽ ഹബീബു ഫസാറനി ഫശഫൈതു മിൻ നദരി ഇലൈഹി. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കവിത ഉദ്ധരിച്ചിട്ടുണ്ട്. മരിദൽ ഹബീബു, എൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗിയായി. ഫമരിദതു, അപ്പ എനിക്കും ദണ്ണുണ്ടായി. മിന്നദരി ഇലൈഹി മിന്നസഫി അലൈഹി, മനസ്സിൻ്റെ അടങ്ങേറുണ്ട്. ഫശഫൽ ഹബീബു, എൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസുഖം മാറി. ഫസാറനി, എന്നെ കാണാൻ വന്നു. ഫശഫൈതു, ഇന്റെ ദണ്ണം മാറി. മിന്നദരി ഇലൈഹി, നബിനെ കണ്ടപ്പോൾ. രോഗിയാം നബിയോരീകത്ത് ചാരി സിദ്ദീഖും രോഗിയായി. രോഗം മാറി ആരോഗ്യത്തോടെ വന്നപ്പോൾ സിദ്ദീഖും രാജിയായി. ജവാബല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദ് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യത്തിൻ്റെ പേരാണ് ഈമാൻ. ഇത് നമ്മക്ക് എത്ര ഉണ്ട് അതിനനുസരിച്ച് ഈമാൻ ഉണ്ടാവും. നമ്മളെ മക്കൾക്ക് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് ഈമാൻ ഉണ്ടാവും. ഇതന്നെ സംഗതി. ഇന്നിപ്പോൾ പുതിയ തലമുറ പഠിക്കുന്നതിനനുസരിച്ച് ഈമാൻ പോവുകയുള്ളൂ. യുക്തിവാദം, നിരീശ്വരവാദം, ലിബറലിസം, സർവമത സത്യവാദം, സ്ത്രീപക്ഷപാതം, അങ്ങനെ ഒക്കെ വാദമാണ്. കാലിന് മുട്ട് വേദനയായിട്ട് ഡോക്ടറെ ചെന്നപ്പോൾ മൂപ്പരും പറഞ്ഞോ വാദയിക്കാരെന്ന്. മൊത്തം വാദം എല്ലാം. എന്താ കാരണം? മുഹമ്മദ് നബിനോട് താല്പര്യമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് സംഗതി. നമുക്കിപ്പോൾ എല്ലാ കാര്യത്തിൻ്റെയും തെളിവ് അറിഞ്ഞിട്ടൊന്നുമല്ല നമ്മൾ ചെയ്യണത്, തെളിവുണ്ടാകുമെന്നറിഞ്ഞിട്ടാണ്. എന്താ കാരണം? മുഹമ്മദ് നബിയോട് താല്പര്യമുണ്ടോ സുന്നിയാവുള്ളൂ എന്നുള്ളതാണ്. ആ താല്പര്യം കുറഞ്ഞു വരുമ്പോഴാണ് അല്ലാത്തതാവുക. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യം ഈമാൻ്റെ അടിസ്ഥാനമാണ്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല നബി തങ്ങളെ പറഞ്ഞു കൊടുക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വന്നാൽ ഓലിങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചു നേരം കഴിയുന്ന രണ്ട് വർത്താനൊക്കെ പറഞ്ഞാൽ അൽമറയിൽ എന്തെങ്കിലും പുസ്തകമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് നോക്കൂലേ. അപ്പോൾ പെട്ടെന്ന് കയ്യെത്തി ആ കിട്ടുന്നിടത്ത് വെക്കുന്നത് നബി തങ്ങളെ പറ്റിയുള്ള ബുക്കാവണം സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിപ്പോൾ ലീവൊക്കെ ആകുമ്പോൾ കുട്ടികളൊക്കെ ഏറ്റവും എടുക്കലൊക്കെ ഒന്ന് വണ്ടിയിൽ ഇങ്ങനെ പോകൂലേ. അപ്പോൾ നമ്മൾ വണ്ടിയിൽ പാട്ട് ഇങ്ങനെ ഇടൂലേ, ആ പാട്ട് മധുഹുൻ നബി ആവണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പഴയ തലമുറയുടെ ഈമാൻ സംരക്ഷിക്കപ്പെട്ടത് മുഹമ്മദ് നബിയോടുള്ള താല്പര്യം കൊണ്ടാണ്. പുതിയ തലമുറയുടെ ഈമാനും അതുകൊണ്ട് തന്നെ സംരക്ഷിക്കപ്പെടുള്ളൂ. അതുകൊണ്ട് ആ താല്പര്യത്തുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഈമാൻ്റെ സംരക്ഷണമായി. നമ്മളെ സ്വന്തം മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഒന്നാമത്തെ കാര്യം ഈമാൻ്റെ സംരക്ഷണമാണ്. മഹല്ലുകാർക്ക് കമ്മിറ്റി ചെയ്തു കൊടുക്കേണ്ട ഒന്നാമത്തെ കാര്യം ഈമാൻ്റെ സംരക്ഷണമാണ്. ഗുരുനാഥന്മാർ ശിഷ്യന്മാർക്ക് ചെയ്തു കൊടുക്കേണ്ട ഒന്നാമത്തെ കാര്യം ഈമാൻ്റെ സംരക്ഷണമാണ്. അവ്വലു വാജിബിൻ അലൽ ആബാഇ വൽ ഉമ്മഹാത്തി അന്ന നബിയന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉലിദ ബി മക്ക വദുഫിന ഫിൽ മദീന എന്നാണ്. മാതാപിതാക്കൾ മക്കൾക്ക് പഠിപ്പിക്കൽ നിർബന്ധമായ ഒന്നാമത്തെ കാര്യം നമ്മുടെ നബിയായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉലിദ ബി മക്ക, മക്കയിൽ ജനിച്ചു. വദുഫിന ഫിൽ മദീന, മദീനയിൽ മറവ് ചെയ്യപ്പെട്ടു എന്നാണ് ആദ്യം പഠിപ്പിക്കൽ നിർബന്ധമാകുന്നത് എന്നാണ്. വല്ലിപ്പാൻ്റെ പേര് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ മുന്നേ മുത്തുനബിനെ പഠിപ്പിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വാപ്പയമ്മയും കുട്ടികൾക്ക് ആദ്യം പഠിപ്പിക്കൽ നിർബന്ധമാകുന്നത് മുഹമ്മദ് നബിയെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ വാപ്പാൻ്റെ പേര് എനിക്ക് അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ആധാർ കാർഡ് കിട്ടൂല എന്നേ ഉള്ളൂ. അറിഞ്ഞില്ലാച്ചിട്ട് ഈമാനിന് കുഴപ്പമൊന്നും പറ്റൂല. മുഹമ്മദ് നബിയുടെ വാപ്പാൻ്റെ പേര് അറിഞ്ഞില്ലെങ്കിൽ ഈമാൻ ശരിയാവില്ല. ഒരു വാപ്പല്ല 20 വാപ്പാരെ പേരറിയണം.
നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ നബി അലൈഹിസ്സലാം വരെയുള്ള വാപ്പാരുടെ പേരൊക്കെ ലഭ്യമാണ്. ഒരഭിപ്രായ വ്യത്യാസം ഇല്ലാത്തത് 20 വാപ്പാരാണ്. അതുകൊണ്ടാണ് അത് പഠിക്കൽ നിർബന്ധമായത്. അതിൻ്റെ അപ്പുറത്തുള്ള വാപ്പാരെ പേരൊക്കെ ലഭ്യമാണെങ്കിലും പേരിൻ്റെ കാര്യത്തിൽ, ഓമനപ്പേരിൻ്റെ കാര്യത്തിൽ, സ്ഥാനപ്പേരിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. 20 വാപ്പാരെ കാര്യത്തിൽ ഒരഭിപ്രായ വ്യത്യാസം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നബി തങ്ങളുടെ 20 വാപ്പാരെ പഠിക്കണം. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാശിമുൻ അബ്ദു മനാഫി യന്തസിബ് ഖുസൈ കിലാബുൻ മുറത്തുൻ കഅബുൽ ലുഗൈ വാലിബ് ഫിഹ്റും മാലിക്കുൻ നദറുൻ ഉഖൈ കിനാനത്തുൻ ഖുസൈമത്തുൻ വമുദ്രിക ഇല്യാസു സമ്മാമുലറുക്കും മുദ്രിക നിസാറുഹും വഅദ്ദുഹും അദ്നാനു തർതീബുഹും ആതാബി തിബിയാനു. അതാണ് മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 20 വാപ്പാര്. നമ്മളെ മങ്കൂസ് മൗലിദിലുണ്ട് ആദ്യത്തെ ഹദീസിൽ വലം യൽതഖിയാ അലാ സിഫാഹിൻ ഖത്ത്. എന്താ അതിൻ്റെ അർത്ഥം? വലം യൽതഖിയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കളെ തൊട്ടിട്ടില്ല. അലാ സിഫാഹിൻ, മോശപ്പെട്ട ഒരു പ്രവർത്തനവും, ഖത്തു ഒരിക്കലും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവ്വപിതാക്കന്മാരിൽ ഒരാൾ പോലും വ്യഭിചരിച്ചിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പമാരിൽ മേലക്കുള്ള ആദം നബി വരെയുള്ള വാപ്പാരെ പരിശോധിച്ചാൽ ഒരു വാപ്പ പോലും ശിർക്ക് ചെയ്തിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാക്കന്മാരെ പരിശോധിച്ചാൽ ഒരാൾ പോലും മദ്യപിച്ചിട്ടില്ല. വലം യൽതഖിയാ അലാ സിഫാഹിൻ ഖത്ത് സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സംഗതി. നമ്മളെ വാപ്പാരൊക്കെ ഇങ്ങനെ പോന്തി നമ്മൾ ദേശം ഒന്ന് മാന്തി നോക്കിയാൽ തങ്ങന്മാരുടെ തിരക്കുണ്ടാവില്ല. തങ്ങന്മാരുടെ തിരക്കടില്ല. ബാക്കിയൊക്കെ ഇങ്ങനെ നോക്കിയാൽ കുറച്ചങ്ങോട്ട് പോയാൽ ഒരു 5-6 കണ്ട് എത്തുമ്പോൾ അതിന് കയ്യുമ്മ ചെളിയാവും. ഇങ്ങനെ മാന്തിയാലേ വാപ്പാരെ പേരിങ്ങനെ പോയാൽ അതന്നെ. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് ഒരാൾ പോലും ജാഹിലിയ കാലഘട്ടത്തിൽ പോലും വ്യഭിചരിച്ചില്ല, മദ്യപിച്ചില്ല, ലഹരി ഉപയോഗിച്ചില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയൊരു പ്രത്യേകത എന്താ നിങ്ങൾ? 40 വയസ്സിന് ശേഷം ശരീഅത്തുൽ ഇസ്ലാം ഹറാമാക്കിയേക്കാവുന്ന ഒരു കാര്യവും 40-ന് മുമ്പ് നബി തങ്ങൾ ചെയ്തിട്ടില്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് ജാഹിലിയ കാലത്താണല്ലോ. അന്ന് ഹലാലല്ലാത്ത ഒന്നുമില്ലല്ലോ, ഒക്കെ ഹലാലാണല്ലോ. പോയോടത്തൊക്കെ പെണ്ണിട്ട് അങ്ങനെയുള്ള പരിപാടി. നോണ സത്യം പറഞ്ഞാലാണ് അത്ഭുതം. നോണ പറഞ്ഞു എന്നുള്ളത് അന്ന് അത്ഭുതമുള്ള കാര്യമല്ല. വ്യഭിചരിച്ചില്ല എന്ന് പറഞ്ഞാൽ അല്ലോ വലിയ അത്ഭുതം. വ്യഭിചരിച്ചു എന്നുള്ളത് അന്ന് അത്ഭുതമല്ല. അങ്ങനത്തെ കാലത്താണ് നബി തങ്ങൾ വരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. 40 വയസ്സ് കിട്ടി നുബുവത്ത് ലഭിച്ച് ഇസ്ലാമിൽ പിൽക്കാലത്ത് വിരോധിച്ച കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങൾ പോലും നുബുവത്തിന് ശേഷം നിരോധിച്ചേക്കാവുന്ന കാര്യങ്ങൾ പോലും 40 വയസ്സിന് മുമ്പ് നബി തങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മുഹമ്മദ് നബിയുടെ പ്രത്യേകത സല്ലല്ലാഹു അലൈഹി വസല്ലം. 40 വയസ്സിൽ നബിയാണെന്ന് പറയാൻ വേണ്ടി 35 വയസ്സ് മുതൽ 5 കൊല്ലം നുണറിയാതിരുന്നതല്ല. 3-ാം വയസ്സിൽ സംസാരം തുടങ്ങിയത് മുതൽ
ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാതിരുന്നതാണ്. ലോകത്തങ്ങനെ ഒരേ ഒരു മനുഷ്യൻ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അത്